ഹലോ, ഇങ്ങനെ ഇരുന്ന എൻ്റെ ഹെയർ എങ്ങനെ ഇങ്ങനെയായി എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ പാക്സും ഹെയർ ഓയിൽസും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള ഹെയർ ഫോളോ അല്ലെങ്കിൽ ഹെയർ തിന്നിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. HB, തൈറോയിഡ്, അയൺ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് നാട്ടിൽ നിന്ന് മാറിയ ശേഷമാണ് സിവിയറായിട്ടുള്ള ഹെയർ ഫോളും ഹെയർ തിന്നിങ്ങും ഒക്കെ ഉണ്ടായത്. അതിവിടുത്തെ ക്ലൈമറ്റും ഹാർഡ് വാട്ടറും ഒക്കെ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ പല പല ഹെയർ ഓയിൽസും ഹെയർ പാക്സും ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അതിൽ എനിക്ക് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഓയിൽസും പാക്കുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഇന്ന് തലയിൽ തേച്ചാൽ നാളെ റിസൾട്ട് കിട്ടുന്നതൊന്നുമല്ല. നിങ്ങൾ മിനിമം ഒരു 3 months എങ്കിലും ഹെയറിന് കൊടുക്കണം. അത്രയും നാളും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. എനിക്കൊരു 2-3 monthsനുള്ളിൽ നല്ലൊരു മാറ്റമുണ്ടായി. ബേബി ഹെയർസ് ഒക്കെ നല്ലോണം കിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 5 months ആയപ്പോഴേക്കും സ്കാൽപ്പൊക്കെ ഒരുവിധം കവേർഡായി. ഈ ഒരു ജേർണിയിൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സെറമാണ് വിഷ് കെയറിൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സെറം. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഒരു 6-7 ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് എനിക്ക് വർക്കായിട്ടുള്ളൊരു സെറമാണിത്. ഇത് യൂസ് ആക്കിയപ്പം ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തത് എൻ്റെ ഹെയർ ഫോള് നന്നായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ തലയുടെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു. അതായത് നെറ്റി തൊട്ട് ഒരു ഉച്ചി വരെയുള്ള ഭാഗം. അവിടെ നന്നായിട്ട് ബേബി ഹെയർസ് വരുന്നത് കാണാൻ തുടങ്ങി. ഇത് ഒരു നോൺ ഗ്രീസി ആയിട്ടുള്ളൊരു സെറമാണ്. അതുകൊണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ ഡെയിലി നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോഴും കൂടുതലും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ലൈക്ക് റോസ്മേരി, റൈസ് വാട്ടർ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇത് അത്ര ഹാംഫുൾ ആയെന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 2-3 വീക്സ് ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കി, ഹെയർ ഫോള് വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഹെയർ ഫോൾ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. ഇതിൻ്റെ കൂടെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ബയോട്ടിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു, ഡെയിലി 1 വെച്ചിട്ട് മോർണിംഗിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലക്സ് സീഡ്സ് അത് പൊടിച്ച് വെച്ചിട്ട് അതും 1 സ്പൂൺ ഡെയിലി കഴിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഞാൻ വീക്ക്ലി 2 times ഒക്കെ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഹോം മെയ്ഡ് ഹെയർ പാക്കാണ്. ഹാഫ് സവാള ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ജ്യൂസ് ആക്കി എടുത്തതും, തലേന്ന് കുതിർത്തി വെച്ച ഉലുവ അത് നന്നായിട്ട് അരച്ചെടുത്തതും, പിന്നെ കുറച്ച് അലോവേറ. അത് നിർബന്ധമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ കറിവേപ്പില ആണെങ്കിലും മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലൊന്നും ഒരു ശകലം വെള്ളം ചേർക്കരുത് കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ 5 to 10 minutes നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് മസാജ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 minute ഒക്കെ മതി മാക്സിമം. അപ്പോഴത്തേക്കിന് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യില്ല. തലനീരൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് പനി വരാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീക്ക്ലി 1 or 2 times മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യും, നല്ല ഷൈനി, ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് ലെങ്ത് വെക്കാനും ഇത് നല്ലൊരു പാക്ക്. ഞാൻ ഇപ്പോഴും ഈ പാക്ക് വീക്ക്ലി 1 വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് എൻ്റെ ഹെയർ റീഗ്രോത്തിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുക, മാക്സിമം വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, പിന്നെ മെയിനായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ, സപ്പോർട്ട് മീ. താങ്ക് യു.